നദിയുടെ പടിഞ്ഞാറൻ തീരത്തെ സൊറംപൂരിൽ ഇക്കുറി ഒരു ചുവന്ന നക്ഷത്രം വിരിഞ്ഞു. പേര് ദീപ്ഷിത ധർ. പലവട്ടം ഈ പേര് വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും പരിചിതയായിരിക്കാം. എന്നാൽ ഇത്തവണ ഈ പേരിനും പോരാട്ടത്തിനും ഉറപ്പ് കൂടുതലാണ്. പശ്ചിമബംഗാളിൽ തിരിച്ചുവരവിനൊരുങ്ങുന്ന ഇടതിന്റെ സൊറംപൂർ മണ്ഡലത്തിലെ പ്രതീക്ഷയാണ് ഈ യുവതാരം. ബംഗാളിൽ യുവനിരയെ അണിനിരത്തിയാണ് ഇത്തവണ ഇടതു പോരാട്ടം. 40 വയസ്സിന് താഴെയുള്ള 8 സ്ഥാനാർത്ഥികളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM ടിക്കറ്റിൽ മത്സരിക്കുന്നത്. അതിലൊരാളാണ് ദീപ്ഷിത ധർ. 30 വയസ്സ്. SFIയുടെ അഖിലേന്ത്യാ ജോത്സ്യൻ. 2021 ബാലി നിയമസഭാ മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥിയായിരുന്നു. ബിരുദകാലം കൊൽക്കത്തയിലായിരുന്നുവെങ്കിൽ പിന്നീട് JNUവിലേക്ക്. പഠനവും പോരാട്ടവും ഡൽഹിയിൽ. JNUവിൽ കനയ്യകുമാറിനും ഉമർ ഖാലിദിനുമൊപ്പം ദേശീയ ശ്രദ്ധ നേടിയ പേരായിരുന്നു ദീക്ഷിതയുടേത്. രോഹിത് വെമുലയ്ക്ക് നീതി തേടിയുള്ള പോരാട്ടത്തിലും CA വിരുദ്ധ പ്രക്ഷോഭത്തിലും ദീക്ഷിത മുന്നിലുണ്ടായിരുന്നു. 2001 പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടി ഡൽഹി പോലീസ് അടിച്ചമർത്തിയപ്പോൾ ക്യാമ്പസിൽ പരിക്കേറ്റ് വീണവരിലും ദീക്ഷിത ധർ ഉണ്ടായിരുന്നു. ബംഗാൾ ദീക്ഷിതയ്ക്ക് പുതിയ ഇടമല്ല, ജനിച്ച മണ്ണ്, സംഘടനാ പ്രവർത്തനത്തിന്റെ അംഗത്തട്ട്. പക്ഷേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് സൊറാംപൂരിലേക്ക് ഇറങ്ങിയ ദീക്ഷിതയെ പ്രതിപക്ഷം സ്വീകരിച്ചത് വർണ്ണവെറിയുടെ രൂപത്തിലായിരുന്നു. ഇരുട്ടിൽ കാണാൻ കഴിയാത്ത